നമസ്കാരം. ലൈവ് അറ്റ് 6 സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. മുഖ്യമന്ത്രിയെ കടന്നാക്രമിച്ച് നരേന്ദ്രമോദിയുടെ പ്രചാരണം. CMRL അഴിമതിയിൽ മുഖ്യമന്ത്രിക്കും മകൾക്കും പങ്ക്. പാവങ്ങളുടെ പണം CPM കൊള്ളയടിച്ചുവെന്ന് വിമർശനം. മുഖ്യമന്ത്രി കള്ളം പറയുന്നുവെന്നും മോദി. CPM के करप्शन की वजह से ये पैसा खतरे में पड़ा हुआ है. कितने ही कोऑपरेटिव बैंकों में CPM के सदस्यों द्वारा गरीबों का पैसा लूट लिया गया है. കുന്നംകുളത്തും കാട്ടാക്കടയിലും മോദിയെ കാണാൻ ആയിരങ്ങൾ. വയനാട്ടിൽ രണ്ടാം ഘട്ട പ്രചാരണവുമായി രാഹുൽ ഗാന്ധി. കൊടി ഒഴിവാക്കി റോഡ് ഷോ. കേന്ദ്രത്തിലും സംസ്ഥാനത്തും അധികാരത്തിൽ വരും. Now I don't understand why it's so difficult for the state government to deliver a medical college to Vizag. This is not an issue where one party should be fighting the other party. This is the people's issue. രാഹുലിന്റെ ഹെലികോപ്റ്ററിൽ പരിശോധന നടത്തിയതിനെതിരെ കോൺഗ്രസ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ BJP വരുതിയിലാക്കിയെന്ന് MM ഹസൻ. പ്രധാനമന്ത്രിയുടെ സുരക്ഷയ്ക്കായി കെട്ടിയ കയറിൽ കുരുങ്ങി ബൈക്ക് യാത്രക്കാരന് ദാരുണാന്ത്യം. മരിച്ചത് വടുതല സ്വദേശി മനോജ് ഉണ്ണി. പോലീസിനെതിരെ കുടുംബം. കൈ കാണിച്ചിട്ടും നിർത്താതെ പോയെന്ന് പോലീസ്. കുമളിയിൽ വാഹനാപകടത്തിൽ 2 മരണം. മാസപ്പടി കേസിൽ CMRL MD EDക്ക് മുന്നിൽ ഹാജരായില്ല. CMRL ഉദ്യോഗസ്ഥർ EDക്ക് മുന്നിൽ. വീണ വിജയന് ഉടൻ നോട്ടീസ് നൽകാൻ നീക്കം. പട്ടാമ്പിയിൽ യുവതിയെ കത്തിച്ചു കൊന്നതിന് പിന്നിൽ കൃത്യമായ ആസൂത്രണം. കൊല്ലാൻ സന്തോഷ് മാസങ്ങൾക്ക് മുൻപേ ആസൂത്രണം നടത്തിയതായി പോലീസ്. കൊലയ്ക്ക് പിന്നിൽ വിവാഹാഭ്യർത്ഥന നിരസിച്ചത്. പ്രവിയയുടെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. ഗൂഗിൾ പേയുടെ ശബ്ദ സന്ദേശം കേട്ടില്ല. തലയോലപ്പറമ്പിൽ പമ്പ് ജീവനക്കാരന് മർദ്ദനം. തടയാൻ ശ്രമിച്ചയാൾക്ക് കുത്തേറ്റു. തൃക്കാക്കരയിൽ മദ്യപാനത്തിനിടെ തർക്കം. യുവാവിനെ കുത്തിക്കൊന്നു. പത്തനംതിട്ടയിൽ ഭർത്താവിനെ ഭാര്യ തലയ്ക്കടിച്ചു കൊന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രാഹുൽ ഗാന്ധിയും ഒരേ ദിവസം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പങ്കെടുത്ത ദിവസമാണ് ഇന്ന്. അതുതന്നെയാണ് ഇന്നത്തെ തെരഞ്ഞെടുപ്പ് വാർത്തകളിൽ പ്രധാനം. അതിലേക്ക് Political Grand Finale, co-presented by Berger Paints, 100 years of trust, powered by ICL FinCorp. ICL FinCorp, the intelligent choice. Educational partners, IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBIS-ലൂടെ Indian Institute of Commerce, Lakshya. Join Indian Institute of Commerce, Lakshya. 21ാം വയസ്സിൽ ലൈഫ് ഈസ് സെറ്റിൽ. തിരുവനന്തപുരം കാട്ടാക്കടയിലെ പ്രചാരണത്തിൽ മുഖ്യമന്ത്രിയെ നേരിട്ട് കടന്നാക്രമിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. CMRL അഴിമതിയിൽ മുഖ്യമന്ത്രിയും മകളും ഉൾപ്പെട്ടിട്ടുണ്ട്. അവർക്കെതിരായ അന്വേഷണം ഇല്ലാതാക്കാൻ സംസ്ഥാന സർക്കാർ ശ്രമിക്കുകയാണെന്ന് മോദി ആരോപിച്ചു. और अब LDF की सरकारों ने केरला को अपनी लूट और भ्रष्टाचार के अड्डे के तौर पर इस्तेमाल किया. एक ऐसी सरकार है जिस पर खुद गोल्ड स्मगलिंग में संलिप्त होने स्मगलर्स को संरक्षण देने के आरोप लगते हैं. गोल्ड स्मगलिंग स्कैम में अपराधियों को बचाने के लिए पूरी सरकार लगी हुई है. केरला में गरीबों, मजदूरों, महिलाओं, गल्फ से लौटे लोगों के पैसे की खुलेआम लूट हो रही है. केरला में 300 से ज्यादा, मैं बहुत गंभीरता से बात बता रहा हूं,
300 से ज्यादा कोऑपरेटिव बैंक है और इनके पास केरला के गरीबों के, केरल के मध्यम वर्ग के लोगों के करीब करीब 1 लाख करोड़ रुपए जमा है। इन 300 बैंक में 1 लाख करोड़ रुपया आप लोगों का जमा है। सीपीएम के करप्शन की वजह से ये पैसा खतरे में पड़ा हुआ है। कितने ही कोऑपरेटिव बैंकों में सीपीएम के सदस्यों द्वारा गरीबों का पैसा लूट लिया गया है। 300-ലധികം കോപ്പറേറ്റീവ് ബാങ്കുകളിൽ സാധാരണക്കാരുടെ 1 ലക്ഷം കോടി രൂപയുണ്ട്. സിപിഎം അഴിമതി കാരണം അവർക്ക് ഈ പണം ലഭിക്കുന്നില്ല. സിപിഎം നേതാക്കൾക്ക് കിട്ടിയ കൈക്കൂലി തന്നെ കോടികളാണ്. തൃശൂരിൽ മാത്രം 25 കോടി രൂപയാണ് കൊള്ളയടിക്കപ്പെട്ടതെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. ഇടത് വലത് മുന്നണികൾക്കെതിരെ ശക്തമായ കടന്നാക്രമണം നടത്തിക്കൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാട്ടാക്കടയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദിയിൽ സംസാരിച്ചത്. സഹകരണ മേഖലയിൽ വലിയ കൊള്ളയാണ് നിലനിൽക്കുന്നത്. ഏതാണ്ട് 300ഓളം സഹകരണ ബാങ്കുകൾ വഴി 1 ലക്ഷം കോടിയിലധികം രൂപയുടെ കൊള്ളയാണ് നടന്നിരിക്കുന്നതെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. തൃശൂരിൽ മാത്രം ഏതാണ്ട് 80ഓളം ബാങ്കുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് 100 കോടി രൂപയിലധികം രൂപയുടെ സഹകരണ കൊള്ള നടന്നിരിക്കുകയാണ്. അത്തരത്തിൽ അഴിമതി നടത്തിയവരെ ആരെയും കേന്ദ്ര സർക്കാർ വെറുതെ വിടുകയില്ല. അവർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകും. പാർട്ടി ജില്ലാ സെക്രട്ടറി തന്നെയാണ് ആ അഴിമതിക്ക് നേതൃത്വം നൽകിയതെന്ന ഗുരുതരമായ രാഷ്ട്രീയ ആരോപണവും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉന്നയിച്ചിട്ടുണ്ട്. അതോടൊപ്പം കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളുടെ പിതൃത്വം ഏറ്റെടുത്തുകൊണ്ട് അത് സംസ്ഥാനത്തിന്റെ നേട്ടമായി അവതരിപ്പിക്കുന്നതിനുള്ള വ്യാജമായ നീക്കമാണ് സംസ്ഥാനത്ത് ഇടത് സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നും നരേന്ദ്രമോദി വ്യക്തമാക്കി. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും മകൾ വീണ വിജയനെതിരെയും വ്യക്തിപരമായ കടന്നാക്രമണം കൂടി നടത്തിയിരിക്കുകയാണ് പ്രധാനമന്ത്രി. അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് അഴിമതിയുടെ കറപുരണ്ട മുഖ്യമന്ത്രിയും മകളുമാണ് കേരളത്തിൽ ഉള്ളത് എന്നാണ്. കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വലിയ വിമർശനം സംസ്ഥാന സർക്കാരിന്റെ നടപടികൾക്കെതിരെ പ്രധാനമന്ത്രി ഉന്നയിക്കുകയും ചെയ്തിരിക്കുന്നു. ഇന്ത്യ മുന്നണി എന്ന പേരിൽ ബിജെപിക്കെതിരെ സഖ്യമുണ്ടാക്കിയിരിക്കുന്നത് അഴിമതിക്ക് നേതൃത്വം നൽകിയവരാണ്. സംസ്ഥാനത്ത് സമസ്ത മേഖലകളും തകർന്ന അവസ്ഥയിലാണ്. ജലമേഖലയും ജലസേചന മേഖലയും അതോടൊപ്പം തന്നെ കയർ മേഖലയും ഉൾപ്പെടെയുള്ള കാർഷിക മേഖലകൾ മുഴുവൻ തകർച്ചയുടെ അവസ്ഥയിലാണ്. ഇതിന്റെ ഉത്തരവാദിത്തം ആർക്കാണ് എന്ന് പ്രധാനമന്ത്രി ഉന്നയിച്ചുകൊണ്ട് അക്കമിട്ടുകൊണ്ട് തന്നെ ചോദിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും സംസ്ഥാനത്ത് വലിയ പ്രതീക്ഷയോടെ ബിജെപി ഉറ്റുനോക്കുന്ന ഒരു രാഷ്ട്രീയ പോരാട്ടമാണ് 2 ആഴ്ചയ്ക്കിപ്പുറം നടക്കാൻ പോകുന്നത്. തുടർച്ചയായി 3 മാസത്തിനിടയിൽ 7ാം തവണയും കേരളത്തിലേക്ക് എത്തുമ്പോൾ ബിജെപിയുടെ ലക്ഷ്യം വിജയം തന്നെയാണ്. അതിൽ കുറച്ച് ഒന്നും കാണുന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് ബുള്ളറ്റ് ട്രെയിനുകളടക്കം രാജ്യത്ത് വ്യാപകമാക്കും. കേരളത്തിൽ മുഖ്യമായ പരിഗണന തന്നെയാണ് ബിജെപിയുടെ ഭാഗത്തുനിന്ന് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കേരളത്തോട് പ്രത്യേകിച്ച് തിരുവനന്തപുരത്തോട് ഉണ്ടാകുന്നതെന്ന് പ്രധാനമന്ത്രി തന്നെ അക്കമിട്ട് പറയുമ്പോൾ അവിടെ ലക്ഷ്യം വിജയത്തിൽ കുറഞ്ഞ് മറ്റൊന്നുമല്ല. അതുകൊണ്ട് തന്നെയാണ് നടി ശോഭന ഉൾപ്പെടെയുള്ളവരെ വേദിയിൽ എത്തിച്ചുകൊണ്ട് വോട്ടർമാരെ പരമാവധി ആകർഷിച്ച് വോട്ട് ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള നീക്കം. കാട്ടാക്കട തന്നെ ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ പരിപാടിക്ക് വേണ്ടി ബിജെപി എൻഡിഎ ക്യാമ്പ് തെരഞ്ഞെടുത്തതിന്റെ ലക്ഷ്യവും മറ്റൊന്നുമല്ല. ബിജെപി വോട്ടർമാർക്ക് അപ്പുറത്തേക്ക് നിഷ്പക്ഷരായ വോട്ടർമാരുടെ വോട്ട് കൂടി ഉറപ്പാക്കിക്കൊണ്ട് നിർണായകമായ വെല്ലുവിളിയായി യുഡിഎഫിനും അതോടൊപ്പം തന്നെ എൽഡിഎഫിനും നിർണായകമായ വെല്ലുവിളി ഉയർത്തുക, ആ വെല്ലുവിളി വിജയത്തിലേക്ക് എത്തിക്കുക. അത് ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രി കാട്ടാക്കടയിലേക്ക് എത്തിയത്. കാട്ടാക്കടയിൽ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിന്റെയും ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിന്റെയും അതിർത്തി പങ്കിടുന്ന ഒരു മേഖലയാണ്. ഇവിടുത്തെ ഗ്രാമീണ മേഖലയിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ എത്തിക്കുന്നതിലൂടെ ലക്ഷ്യം വെക്കുന്നത് കൃത്യമായി ഇരു മണ്ഡലങ്ങളിലും ബിജെപിയുടെ സ്വാധീനം ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയ തന്ത്രം തന്നെയാണ്. അതിന്റെ ഭാഗമായി തന്നെയാണ് പ്രധാനമന്ത്രിയെ കാട്ടാക്കടയിലേക്ക് എത്തിച്ചതും. കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള വയനാട്ടിലെ ബിജെപി സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ, അതോടൊപ്പം തന്നെ കൊല്ലത്തെ എൻഡിഎ സ്ഥാനാർത്ഥി ചലച്ചിത്ര താരം കൂടിയായ കൃഷ്ണകുമാർ ഉൾപ്പെടെയുള്ളവരും ഇന്ന് പ്രധാനമന്ത്രിക്കൊപ്പം വേദി പങ്കിട്ടു. ഏതായാലും തെക്കൻ കേരളത്തിൽ പ്രത്യേകിച്ച് തിരുവനന്തപുരത്തും ആറ്റിങ്ങലിലും പ്രധാനമന്ത്രിയുടെ കടന്നുവരവോടുകൂടി വലിയ തരത്തിലുള്ള ഒരു ആവേശം ബിജെപി പ്രവർത്തകർക്കിടയിൽ അണികൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. അത് എത്ര തരത്തിൽ എത്രമാത്രം തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കും എന്ന കാര്യം കാത്തിരുന്ന് തന്നെ കാണേണ്ടിയിരിക്കുന്നു. എന്തായാലും
ദക്ഷിണേന്ത്യയിൽ ഓപ്പറേഷൻ താമര, പ്രത്യേകിച്ച് കേരളത്തിൽ ഓപ്പറേഷൻ താമര പ്രധാന മുന്നണികളിൽ നിന്ന് നേതാക്കന്മാരെ അടർത്തിയെടുക്കുന്നതിന് അപ്പുറത്തേക്ക് വോട്ടർമാരുടെ പിന്തുണ കൂടി ഉറപ്പാക്കിക്കൊണ്ട് താമര വിരിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അവസാനവട്ട പ്രയത്നം BJP നടത്തുകയാണ്. അതുകൊണ്ട് തന്നെയാണ് അവരുടെ താരപ്രചാരകനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തന്നെ തിരുവനന്തപുരത്ത് കാട്ടാക്കട പോലെ ഒരു ഗ്രാമീണ മേഖലയിലേക്ക് എത്തിച്ചുകൊണ്ട് പ്രവർത്തകരെയും വോട്ടർമാരെയും സ്വാധീനിക്കുന്നതിന് വേണ്ടിയുള്ള നിർണായകമായ നീക്കം NDA ക്യാമ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. ക്യാമറമാൻ ബിബിൻ മുരളിക്കൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. തിരുവനന്തപുരത്തിന് പുറമെ കരുവന്നൂരിലായിരുന്നു പ്രധാനമന്ത്രിയുടെ പരിപാടി. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ ഊന്നി ആലത്തൂർ മണ്ഡലത്തിലെ കുന്നംകുളത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രചാരണം നടത്തി. ഇടത് കൊള്ളയുടെ ഉദാഹരണമാണ് കരുവന്നൂരെന്നും CPMകാർ കോടികൾ കൊള്ളയടിച്ചതായും മോദി കുറ്റപ്പെടുത്തി. പെൺകുട്ടിയുടെ വിവാഹത്തിന് നിക്ഷേപിച്ച പണം പോലും നഷ്ടപ്പെട്ടപ്പോൾ ആയിരങ്ങളുടെ ജീവിതം കുഴപ്പത്തിലാക്കിയതായും മോദി വിമർശിച്ചു. पैसों की खुलेआम लूट हो रही है। ये लोग भ्रष्टाचार के नए नए मॉडल लेकर आते हैं। जनता का एवरी सिंगल रुपया लूटना चाहते हैं। कुरुवन्नूर कोऑपरेटिव बैंक स्कैम लेप की लूट का एक ऐसा उदाहरण है। हर कोई जिससे परेशान है, जिस बैंक में गरीबों ने, मध्यम वर्ग ने अपनी मेहनत के सैकड़ों करोड़ रुपए जमा किए थे, उस बैंक को CPM के लोगों ने पूरी तरह लूटकर कंगाल कर दिया। ये जो गरीबों ने, मध्यम वर्ग ने बैंक में पैसे रखे थे, क्योंकि घर में बेटी की उम्र बढ़ रही थी, उन्होंने सोचा कि बेटी की शादी करवानी है, बैंक में पैसे जमा कराएं, कुछ ब्याज मिलेगा, पैसे बढ़ेंगे और जब शादी का समय आएगा तो बेटी के काम आएगा। लेकिन इन CPM वालों ने गरीब की बेटी की शादी को भी अनेक संकटों में डाल दिया। മുഖ്യമന്ത്രി പിണറായി വിജയനെയും രാഹുൽ ഗാന്ധിയെയും മോദി വിമർശിച്ചു. കുറ്റക്കാർക്കെതിരെ നടപടിയുണ്ടാകുമെന്നും പണം തിരികെ നൽകുമെന്നും പിണറായി കഴിഞ്ഞ 3 കൊല്ലമായി കള്ളം പറയുന്നുവെന്നായിരുന്നു മുഖ്യമന്ത്രിക്കെതിരായ വിമർശനം. അമേഠിയിൽ ജയിക്കാൻ കഴിയില്ലെന്ന് ഉറപ്പായതോടെ കേരളം കേന്ദ്രമാക്കി രാഹുൽ ഗാന്ധി നിരോധിത സംഘടനകളുമായി സഖ്യമുണ്ടാക്കി. എന്നാൽ ബാങ്ക് കൊള്ളയെക്കുറിച്ച് ഒരക്ഷരം പോലും മിണ്ടിയില്ലെന്നും രാഹുലിനെ മോദി വിമർശിച്ചു. कांग्रेस के एक बड़े नेता जिनको यूपी में अपनी खानदानी सीट पर इज्जत बचाना मुश्किल हो गया है और उन्होंने केरला में अपना नया ठिकाना बना लिया है। चुनाव जीतने के लिए यहां कांग्रेस ने उस संगठन के पॉलिटिकल विंग से बैकडोर समझौता किया है जिसको देश में देश विरोधी प्रवृत्ति के लिए बैन किया गया है। लेकिन क्या आपने कभी सुना है कांग्रेस के इन नेताओं के मुंह से कभी भी कोऑपरेटिव बैंक के स्कैम के लिए कैसे पैसे लूटे हैं एक शब्द बोलते हैं क्या? कांग्रेस के ये युवराज केरला के लोगों से वोट तो मांगेंगे, लेकिन आपके हक में, आपके मुद्दों पर एक शब्द भी नहीं बोलेंगे। കരുവന്നൂർ വിഷയത്തിൽ ഊന്നി നിന്നുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുന്നുകുളത്തെ തെരഞ്ഞെടുപ്പ് പരിപാടിയിൽ സംസാരിച്ചത്. ഇതിൽ CPMനെ നേരിട്ട് കടന്നാക്രമിക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു അദ്ദേഹം തന്റെ പ്രസംഗം മുന്നോട്ട് കൊണ്ടുപോയത്. ഇതിൽ കേരളത്തിലെ പണം അത് കൊള്ളയടിക്കുകയാണ്, CPM ആണ് ഇതിന് പിന്നിലെന്ന് അദ്ദേഹം പറയുകയും ചെയ്യുന്നു. ഇതുമൂലം നിരവധി ആളുകളാണ് ഇതുമൂലം കഷ്ടത അനുഭവിക്കുന്നത്. പക്ഷേ ഇതിൽ കൃത്യമായൊരു നടപടിയെടുക്കാനായിട്ട് സംസ്ഥാന സർക്കാരിന് കഴിയുന്നില്ല. എങ്കിൽ കൂടിയും കഴിഞ്ഞ 3 വർഷമായി കേരളത്തിലെ CPM മുഖ്യമന്ത്രി
മുഖ്യമന്ത്രി കളവ് പറയുകയാണ്. ജനങ്ങൾക്ക് പണം തിരികെ നൽകും എന്നെല്ലാം തന്നെ പറയുമ്പോഴും ഇതെങ്ങനെയെന്ന കാര്യത്തിൽ ഒരു വ്യക്തതയുമില്ലാതെ മുഖ്യമന്ത്രി കളവ് പറയുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ വിഷയത്തിൽ ക്രിയാത്മകമായ നടപടികൾ എടുത്തത് കേന്ദ്ര സർക്കാരാണ്. തന്റെ സർക്കാരാണ് ഈ വിഷയത്തിൽ നടപടികളുമായി മുന്നോട്ട് പോയത്. ED ഈ വിഷയത്തിൽ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. 90 കോടിയോളം രൂപ ED കണ്ടുകെട്ടിയിട്ടുണ്ട്. ഇതിൽ ഈ പണം എങ്ങനെയാണ് നിക്ഷേപകർക്ക് തിരിച്ചു കൊടുക്കുക എന്ന കാര്യത്തിൽ താൻ തന്നെ നേരിട്ട് മുൻകൈ എടുത്തുകൊണ്ട് ചർച്ചകൾ നടത്തി വരികയാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒപ്പം തന്നെയും കരുവന്നൂരിലെ നിക്ഷേപകർക്ക് ഇപ്പോൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് പറയുന്ന ഈ പണം അത് തിരിച്ചു കൊടുക്കുന്നതിൽ ഏതറ്റം വരെ പോകാനും തന്റെ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് അദ്ദേഹം കുന്നംകുളത്ത് നടത്തിയ തെരഞ്ഞെടുപ്പ് റാലി അഭിസംബോധന ചെയ്തുകൊണ്ട് വ്യക്തമാക്കുകയുണ്ടായി. നേരത്തെയും തൃശ്ശൂരിലേക്ക് എത്തുമ്പോൾ ഈ കരുവന്നൂർ വിഷയം അദ്ദേഹം പരാമർശിച്ച് പോകുന്നെങ്കിൽ പോലും ഇത്തവണ എത്തുമ്പോൾ അത് EDയുടെ അന്വേഷണം ഒരു കൃത്യമായ ദിശയിലേക്ക് എത്തുന്നൊരു തോന്നൽ ഉളവാക്കുന്നു. ഒപ്പം തന്നെയും നിക്ഷേപകരോടടക്കം അദ്ദേഹം അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്നു എന്ന ശൈലിയിലായിരുന്നു അദ്ദേഹം ഇവിടെ പ്രസംഗം തുടരുകയും ചെയ്തത്. CPMനെ തന്നെയാണ് അദ്ദേഹം ഇതിലൂടെ പ്രത്യക്ഷമായിട്ട് തന്നെയും അദ്ദേഹം ആക്രമിക്കുകയും ചെയ്തത്. ഒപ്പം CPM ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളിലും വികസനം പിന്നോട്ടാണ്. അപ്പോൾ അതിൻ്റെ എല്ലാം തന്നെ പ്രശ്നങ്ങൾ അവർക്ക് പിന്നീട് അവിടെയെല്ലാം തന്നെ കാണാൻ കഴിഞ്ഞു. കേരളത്തിലും ഇതേ സ്ഥിതി തന്നെയാണ് വരുന്നത്. ഇതിനൊരു മാറ്റം വരണമെന്ന് അദ്ദേഹം പറയുന്നു. പല വികസന പദ്ധതികളും കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പല പദ്ധതികളും തന്നെ നടപ്പാക്കാൻ പോലും സംസ്ഥാനത്ത് കഴിയാത്തൊരവസ്ഥയാണ്. ജൽജീവൻ മിഷൻ പോലുള്ള പദ്ധതികൾ അതിനൊരു ഉദാഹരണമാണ്. ഒപ്പം തന്നെയും ദേശീയപാത വികസനം അത് കേരളത്തിൽ വൈകുകയാണ്. ഈ വിഷയങ്ങളെല്ലാം പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്ന് അദ്ദേഹം പ്രവർത്തകരോട് പറഞ്ഞു. ഒപ്പം കേരളത്തിലെ ക്രമസമാധാന പ്രശ്നവും ആപ്പുക്കോട് സംഭവത്തെ മുൻനിർത്തിക്കൊണ്ട് അദ്ദേഹം പരാമർശിച്ചു പോവുകയുണ്ടായി. അങ്ങനെ കേരളത്തിൽ ഊന്നി നിന്നുകൊണ്ട് പ്രത്യക്ഷത്തിൽ CPMനെ തന്നെ ആക്രമിച്ചുകൊണ്ട് തന്നെയായിരുന്നു കുന്നംകുളത്തെ അദ്ദേഹം പ്രവർത്തകരെ അഭിസംബോധന ചെയ്തത്. ഡാനി പോളിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. വിഷൻ 2047 എന്നത് BJPയുടെ മാത്രം കാഴ്ചപ്പാടല്ല, ഒരു രാജ്യത്തിന്റെ മുഴുവൻ കാഴ്ചപ്പാടാണെന്ന് നരേന്ദ്രമോദി. രാജ്യത്തിന്റെ പുരോഗതിക്കായി ഒരു നിമിഷം പോലും കാത്തുനിൽക്കാനില്ലെന്നും മോദി. വൈവിധ്യങ്ങളുടെ രാജ്യമാണ് ഇന്ത്യ. വാർത്താ ഏജൻസിയായ ANIക്ക് നൽകിയ അഭിമുഖത്തിലാണ് മോദി ഇക്കാര്യം പറഞ്ഞത്. आज़ादी के 75 साल अमृत महोत्सव मना रहा था, उसी समय मैंने ये विषय सबके सामने रखना शुरू किया था, आज से 1-2 साल पहले. और मैं ये कहता था कि 2047 देश की आज़ादी के 100 साल होंगे. स्वाभाविक रूप से ऐसे जो माइलस्टोन होते हैं वो एक प्रकार से नया उत्साह भरते हैं, नए संकल्प के लिए व्यक्ति को तैयार करते हैं. और उस अर्थ में मेरा मत था कि एक मौका है, 75 साल पर हम खड़े हैं, 100 साल पहुंचने वाले हैं. इस 25 साल का सर्वाधिक उपयोग कैसे करें. हर इंस्टीट्यूशन, हर कोई अपना एक लक्ष्य बनाए. मैं अपना गांव का प्रधान हूं, 2047 तक मेरे गांव में इतना तो मैं करूंगा. RBI को मैं कार्यक्रम में भी गया, 90 साल का उनका कहा. तो मैंने कहा कि 10 साल बहुत महत्वपूर्ण है, आपके 100 साल होंगे, इस पर अभी से सोचिए. तो मेरे मन में 2047 ये भारत की आज़ादी के 100 साल और देश में एक प्रेरणा जगनी चाहिए. കോഴിക്കോട് മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിയുടെ പ്രചാരണത്തിനായി രാഹുൽ ഗാന്ധി കോഴിക്കോടെത്തി. വിക്രം മൈതാനിയിൽ കോൺഗ്രസ് നേതാക്കൾ രാഹുൽ ഗാന്ധിയെ സ്വീകരിച്ചു. 7:15 ബീച്ചിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് യോഗം രാഹുൽ ഗാന്ധി ഉദ്ഘാടനം ചെയ്യും. വിവരങ്ങളുമായി MS അനീഷ് കുമാർ ചേരുകയാണ്. അനീഷ്, കോഴിക്കോട് രാഹുൽ ഗാന്ധി എത്തുന്നു. അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ 2ാം ഘട്ട പ്രചരണം പൂർത്തിയാക്കിയാണ് കോഴിക്കോടേക്ക് എത്തുന്നത്. അതിന്റെയൊക്കെ രാഹുൽ ഗാന്ധി ഇവിടെ മത്സരിക്കുന്നതിന്റെ ഒരു സ്വാധീനം എല്ലാ മേഖലയിലും എല്ലാ മണ്ഡലത്തിലും ഉണ്ടാകും എന്നതാണ് UDF പ്രതീക്ഷ. അത്രമാത്രം ആവേശം നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ടോ? പരിപാടി എപ്പോൾ ആരംഭിക്കും? പാചകം ചെയ്തിരിക്കുന്നതെന്ന് ചോദിക്കാൻ ഇന്ത്യയിൽ ആരെങ്കിലും മുതിർന്നിട്ടുണ്ടായിരുന്നു? UDF ക്യാമ്പിന് വലിയ ആവേശം നൽകിയാണ് രാഹുൽ ഗാന്ധി കോഴിക്കോട് മണ്ഡലത്തിലെ പ്രചാരണത്തിനെത്തിയിരിക്കുന്നത്. അദ്ദേഹം തന്റെ സ്വന്തം മണ്ഡലമായ വയനാട് മണ്ഡലത്തിലെ പര്യടന പരിപാടികൾ ഇന്ന് പൂർത്തിയാക്കിയ ശേഷമാണ് അല്പസമയം മുമ്പ് കോഴിക്കോട് വിക്രം മൈതാനിയിൽ ഹെലികോപ്റ്ററിൽ വന്ന് ഇറങ്ങിയത്. കേരളത്തിലെ കോൺഗ്രസിന്റെ പ്രധാന നേതാക്കൾ, UDFിന്റെ പ്രധാന നേതാക്കൾ എന്നിവർ ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്നു.
എന്തായാലും ഈ റാലി നടക്കുന്ന ബീച്ചിലെത്തും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. കേരളത്തിലെ കോൺഗ്രസിന്റെയും യുഡിഎഫിന്റെയും ഒക്കെ പ്രധാന നേതാക്കൾ ഇന്നത്തെ ഈ മഹാറാലിയിൽ പങ്കെടുക്കുന്നുണ്ട് എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഒപ്പം വലിയ തോതിലുള്ള പ്രവർത്തകരുടെ ഒരു സാന്നിധ്യം, അവരുടെ ഒരു സാന്നിധ്യം ഇന്നത്തെ ഈ റാലിയെ വലിയ രീതിയിൽ ശ്രദ്ധേയമാക്കുന്നു. കോഴിക്കോട് ജില്ലയിലെയും സമീപ പ്രദേശങ്ങളുടെയും ഒക്കെ ഉള്ള പ്രവർത്തകർ ഈ ാണ് എം കെ രാഘവന്റെ പര്യടന പരിപാടികൾക്ക് ലഭിച്ചിരിക്കുന്നത്. രാഹുൽ ഗാന്ധി നാളെ ഡി കെ ശിവകുമാർ അടക്കമുള്ള മറ്റ് ദേശീയ നേതാക്കളും കളത്തിലെത്തും. അക്ഷരാർത്ഥത്തിൽ പാറും പോരാട്ടം നടക്കുന്ന മലബാറിൽ ഈ രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം വലിയ പ്രതീക്ഷകളാണ്, അല്ലെങ്കിൽ വോട്ട് വിഹിതത്തിൽ. ശരി, ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. എന്തായാലും രാഹുൽ ഗാന്ധി വേദിയിലേക്ക് അല്പസമയത്തിനകം എത്തും എന്നതാണ് MS അനീഷ് കുമാർ നൽകുന്ന വിവരം. വയനാട്ടിൽ രണ്ടാം ഘട്ട പ്രചാരണം തുടങ്ങി രാഹുൽ ഗാന്ധി. സുൽത്താൻ ബത്തേരിയിലും പുൽപ്പള്ളിയിലും മാനന്തവാടിയിലും രാഹുൽ ഗാന്ധി റോഡ് ഷോ നടത്തി. വന്യജീവി ആക്രമണവും രാത്രി യാത്രാ നിരോധനവും ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ രാഹുൽ വിമർശനമുന്നയിച്ചു. ഭരണഘടന നശിപ്പിക്കുന്നവരും ഭരണഘടനയെ സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവരും തമ്മിലുള്ള പോരാട്ടമാണ് നടക്കുന്നതെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. BJP എല്ലാ ഭരണഘടനാ സ്ഥാപനങ്ങളെയും കടന്നാക്രമിക്കുന്നു. CBI, ഇലക്ഷൻ കമ്മീഷൻ, ED എല്ലാ സ്ഥാപനങ്ങളിലും RSSന്റെ ആളുകൾ നുഴഞ്ഞു കയറിക്കൊണ്ടിരിക്കുകയാണ്. രാജ്യത്തെ ഭരണഘടനാ സ്ഥാപനങ്ങൾ മോദിയുടെ സ്വകാര്യ സ്വത്തല്ല, ഇത് ഓരോ ഇന്ത്യക്കാരന്റെയും സ്വത്താണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. ഗാന്ധിയുടെ രണ്ടാം ഘട്ട പര്യടനത്തിലെ ആദ്യ ദിവസം വയനാട്ടിൽ 5 റോഡ് ഷോകളിലാണ് അദ്ദേഹം പങ്കെടുത്തത്. സുൽത്താൻ ബത്തേരിയിലും മാനന്തവാടിയിലും പുൽപ്പള്ളിയിലും വെള്ളമുണ്ടയിലും പടിഞ്ഞാറത്തറയിലുമായിരുന്നു റോഡ് ഷോകൾ. എല്ലായിടത്തും നരേന്ദ്രമോദിക്കെതിരെ നിശിത വിമർശനമാണ് അദ്ദേഹം ഉന്നയിച്ചത്. രാജ്യത്തെ വൈവിധ്യങ്ങളെ തകർക്കാനാണ് NDA സർക്കാർ ശ്രമിക്കുന്നതെന്ന് അദ്ദേഹം ആരോപിച്ചു. കോൺഗ്രസിന്റെ ശ്രമം വൈവിധ്യങ്ങളെ സംരക്ഷിക്കാനാണ്. ഭരണഘടനാ സ്ഥാപനങ്ങളെ സ്വന്തം സ്വകാര്യത്വ പോലെ ദുരുപയോഗം ചെയ്യാണ് നരേന്ദ്രമോദിയെന്നും അദ്ദേഹം ആരോപിച്ചു. ഇലക്ഷൻ കമ്മീഷനാകട്ടെ CBI ആകട്ടെ എല്ലാത്തിനെയും സ്വന്തം ആവശ്യത്തിനു വേണ്ടി മോദി ദുരുപയോഗം ചെയ്യുന്നു. ഭരണഘടനയെ തന്നെ ഇല്ലാതെയാക്കാൻ ശ്രമിക്കുന്നു. ഇത് സംരക്ഷിക്കാനാണ് ഇന്ത്യ മുന്നണി ശ്രമിക്കുന്നത്. The fight today, the main fight is against the ideology of the RSS and the ideology of the Congress Party. So the BJP people, the Prime Minister, they say one nation, one people, one language, one leader. Language is not something that is imposed from the top. Language is something that comes out from inside the person, inside the heart of the person. അതുപോലെ തന്നെ വയനാടിന്റെ വികസന കാര്യത്തിൽ ഇരു മുന്നണികളും, അതായത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒരേപോലെ അവഗണിക്കുന്നുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു. രാത്രി യാത്രാ നിരോധനമാകട്ടെ, വന്യജീവി അക്രമമാവട്ടെ, വയനാട്ടിലെ മെഡിക്കൽ കോളേജാകട്ടെ, ഇതിലൊക്കെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ചിറ്റമ്മ നയമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇക്കാര്യത്തിൽ മെഡിക്കൽ കോളേജ് എന്ന ആവശ്യത്തിനു വേണ്ടി പലതവണ മുഖ്യമന്ത്രിക്ക് താൻ കത്തയച്ചിട്ടുണ്ടെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. There are also local issues in Wayanad. People are struggling here for 2 or 3 big reasons. Human-animal conflict. I recently went and saw the family of a person who was killed by an elephant. Night travel ban, and also the medical college. Now I don't understand why it's so difficult for the state government to deliver a medical college to Wayanad. This is not an issue where one party should be fighting the other party. This is the people's issue. രാഹുൽ ഗാന്ധിയുടെ ഇന്നത്തെ പര്യടനം പടിഞ്ഞാറത്തറയിലാണ് സമാപിച്ചത്. അദ്ദേഹം നാളെയും വയനാട് മണ്ഡലത്തിൽ തന്നെ പര്യടനം തുടരും. തിരുവമ്പാടി, ഏറനാട്, വണ്ടൂർ, നിലമ്പൂർ മണ്ഡലങ്ങളിലാണ് നാളെ രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോകൾ. വയനാട്ടിൽ നിന്നും അഖിലോട്ട് പറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. രാഹുൽ ഗാന്ധിയുടെ ഹെലികോപ്റ്റർ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഫ്ലൈയിംഗ് സ്ക്വാഡ് പരിശോധിച്ചതിൽ വിമർശനവുമായി കോൺഗ്രസ്. ഫ്ലൈയിംഗ് സ്ക്വാഡ് മോദിയുടെ ഹെലികോപ്റ്റർ പരിശോധിക്കുമോ എന്ന ചോദ്യമാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ BJP വരുതിയിലാക്കിയതായും KPCC ആക്ടിംഗ് പ്രസിഡന്റ് MM ഹസൻ ആരോപിച്ചു. ഇന്ന് രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് പ്രചരണത്തിന് വരിക. അദ്ദേഹം നീലഗിരിയിൽ വന്നിറങ്ങിയ ഉടനെ അദ്ദേഹത്തിന്റെ ഹെലികോപ്റ്റർ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഫ്ലൈയിംഗ് സ്ക്വാഡ് പരിശോധന നടത്തിയിരിക്കുന്നു. എന്തിനാണ് അദ്ദേഹത്തിന്റെ ഹെലികോപ്റ്റർ ഈ
ഫ്ലൈയിങ് സ്ക്വാഡ് പരിശോധന നടത്തിയത്? പ്രധാനമന്ത്രി ഇന്ന് കേരളത്തിലുണ്ടല്ലോ. പ്രധാനമന്ത്രിയുടെ ഫ്ലൈയിങ് ഏതെങ്കിലും ഒരു ഹെലികോപ്റ്ററിൽ അദ്ദേഹം വരുമ്പോൾ നമ്മുടെ ഫ്ലൈയിങ് സ്ക്വാഡുകാര് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം അനുസരിച്ച് പരിശോധന നടത്തിയോ? എന്തിനാ? അപ്പൊ ഇലക്ഷൻ കമ്മീഷനെയും മോഡി ഗവൺമെന്റ് അവരുടെ നിയന്ത്രണത്തിലാക്കിയിരിക്കും. ജനങ്ങളിൽ സംശയമുണ്ടാക്കാനാണ്. Political Grand Finale, co-presented by Berger Paints, 100 Years of Trust, powered by ICL FinCorp. ICL FinCorp, the intelligent choice. Educational partners, IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBISലൂടെ Indian Institute of Commerce, ലക്ഷ്യ. ജോയിൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോമേഴ്സ്, ലക്ഷ്യ. 21ാം വയസ്സിൽ ലൈഫ് ഈസ് സെറ്റിൽ. ഇടവേള. വാർത്തകൾ തുടരുന്നു. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ അറസ്റ്റ് ചോദ്യം ചെയ്ത് അരവിന്ദ് കെജ്രിവാൾ നൽകിയ ഹർജിയിൽ വീണ്ടും തിരിച്ചടി. അരവിന്ദ് കെജ്രിവാളിന്റെ ഹർജി നേരത്തെ പരിഗണിക്കില്ലെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കി. കെജ്രിവാളിന്റെ ജുഡീഷ്യൽ കസ്റ്റഡി ഡൽഹി റോസ് അവന്യൂ കോടതി ഈ മാസം 23 വരെ നീട്ടി. സുപ്രീംകോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉൾപ്പെടെ കക്ഷികൾക്ക് നോട്ടീസ് അയച്ചു. സുവി വിശ്വനാഥ് വിവരങ്ങളുമായി ചേരുകയാണ്. സുവി, വീണ്ടും തിരിച്ചടി ഏറ്റിരിക്കുകയാണ്. സുപ്രീംകോടതിയിലാണ് കെജ്രിവാളിന്റെ പ്രതീക്ഷ. എന്തൊക്കെ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് വേഗത്തിൽ ഈ ഹർജി പരിഗണിക്കുന്നില്ല എന്ന് കോടതി തീരുമാനിച്ചത്? രേണുക, ഡൽഹി ഹൈക്കോടതിക്ക് പിന്നാലെ സുപ്രീം കോടതിയിലും ഇപ്പോൾ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് തിരിച്ചടി നേരിട്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഹർജി ഉടൻ അടിയന്തരമായി കേൾക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് സുപ്രീം കോടതിയെ അരവിന്ദ് കെജ്രിവാൾ സമീപിച്ചിരുന്നത്. എന്നാൽ അത് അടിയന്തരമായി കേൾക്കാൻ കഴിയില്ല എന്നാണ് ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത്. ഹർജി വീണ്ടും 29-ന്, ഈ മാസം 29-ന് കേൾക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രധാനമായും ഈ കേസ്, ഈ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത നടപടി രാഷ്ട്രീയ പ്രേരിതമാണ്, അത് നിയമവിരുദ്ധമാണ് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് അരവിന്ദ് കെജ്രിവാൾ ഹർജി സമർപ്പിച്ചിരുന്നത്. ആ ഹർജി ആദ്യം ഡൽഹി ഹൈക്കോടതി തള്ളി. അതിനുശേഷമാണ് ഇത് അടിയന്തരമായി കേൾക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിച്ചത്. ഈ മാസം 19-നെങ്കിലും ഈ ഹർജി കേൾക്കാമോ എന്ന കാര്യം അരവിന്ദ് കെജ്രിവാളിന്റെ അഭിഭാഷകനായ മനു അഭിഷേക് സിംഗ്വി ചോദിച്ചു. പക്ഷേ അത് സാധിക്കില്ല എന്നൊരു മറുപടിയാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹം ഇപ്പോഴും ജുഡീഷ്യൽ കസ്റ്റഡിയിൽ തുടരുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതേസമയം ഈ ഡൽഹിയിലെ റൌസ് അവന്യൂ കോടതി ഇന്ന് അരവിന്ദ് കെജ്രിവാളിന്റെ ഹർജി, അരവിന്ദ് കെജ്രിവാളിന്റെ കസ്റ്റഡി കാലാവധി പരിഗണിക്കുകയും ചെയ്തു. ആ കസ്റ്റഡി കാലാവധി ഈ മാസം 23 വരെ ആണ് നീട്ടിയിരിക്കുന്നത്. 23-ന് BRS നേതാവ് കെ കവിതയുടെ കസ്റ്റഡി കാലാവധിയും അവസാനിക്കുകയാണ്. ഏതായാലും ഈ മാസം 29 വരെ ഈ കേസ് ഹർജി നിൽക്കാത്ത ഒരു സാഹചര്യത്തിൽ ഒരു ആശ്വാസമല്ല സുപ്രീം കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഹർജി 29-ന് മാത്രമേ പരിഗണിക്കുകയുള്ളൂ. ഒപ്പം തന്നെ 24-നകം ഈ കേസിൽ സുപ്രീം കോടതി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനോട് നോട്ടീസ് നൽകിയിട്ടുണ്ട്. കാരണം ബോധിപ്പിക്കാനുള്ള ഒരു നോട്ടീസ് സുപ്രീം കോടതി അയക്കുകയും ചെയ്തു. ഏതായാലും 29 വരെയെങ്കിലും അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ തന്നെ തുടരുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായും രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് പൂർത്തിയാകുന്നത് വരെയും അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ തന്നെ ആയിരിക്കും. കോടതി വേഗത്തിൽ ഹർജി പരിഗണിക്കേണ്ട എന്ന ഒരു നിഗമനത്തിലാണ് എത്തിയിട്ടുള്ളത്. സുവി വിശ്വനാഥാണ് വിവരങ്ങൾ നൽകിയത്. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ ഉൾപ്പെട്ട മാസപ്പടി കേസിൽ കൊച്ചിയിലെ CMRL ഉദ്യോഗസ്ഥരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യുന്നു. കമ്പനി CFO സുരേഷ് കുമാർ, സീനിയർ മാനേജർ ചന്ദ്രശേഖരൻ, സിസ്റ്റംസ് ചുമതലയുള്ള അഞ്ജു എന്നിവരെയാണ് വിളിച്ചുവരുത്തി ചോദ്യം ചെയ്തത്. CMRL മാനേജിംഗ് ഡയറക്ടർ ശശിധരൻ കർത്ത ഇന്ന് ഹാജരായില്ല. ആരോഗ്യ പ്രശ്നങ്ങൾ അറിയിച്ച് മറുപടി നൽകുമെന്നാണ് വിവരം. എക്സാലോജിക് കമ്പനിക്കും മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനും ഇല്ലാത്ത സേവനത്തിന്റെ പേരിൽ 1,72 ലക്ഷം രൂപ CMRL നൽകിയെന്ന ആരോപണം കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരുമോ എന്നാണ് ED പരിശോധിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന് ഉടൻ നോട്ടീസ് നൽകാനും ED നീക്കമുണ്ട്.
നടിയെ ആക്രമിച്ച കേസിൽ ദിലീപ് വീണ്ടും ഹൈക്കോടതിയിൽ. അതിജീവിതയ്ക്ക് അന്വേഷണ റിപ്പോർട്ടിലെ മൊഴിപ്പകർപ്പ് നൽകുന്നതിനെതിരെയാണ് ഹർജി. നിയമപരമായി ഇത് നിലനിൽക്കില്ലെന്ന് ദിലീപ് ചൂണ്ടിക്കാട്ടുന്നു. ഹർജി നാളെ ഹൈക്കോടതി പരിഗണിക്കും. വിവരങ്ങളുമായി CN പ്രകാശ് ചേരുന്നു. പ്രകാശ്, കോടതിയിൽ അതിജീവിത ഹർജി സമർപ്പിച്ചിട്ടുണ്ട്. കോടതിയിൽ വെച്ച് പോലും ഈ വിവരങ്ങൾ പുറത്തു വന്നതിലുള്ള ആശങ്ക രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിന് പിന്നാലെ ഇപ്പോൾ ദിലീപ് കോടതിയെ സമീപിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു? മെമ്മറി കാർഡ് അനധികൃതമായി പരാതിയിലാണ് ഡിജിയെയും വ്യക്തിയെയും അവഗണിക്കാൻ നീക്കം നടത്തുന്നു എന്ന് ദിലീപ് നേരത്തെ സൂചിപ്പിച്ചത്. ഇപ്പോൾ അതിജീവിതയ്ക്ക് ഈ അന്വേഷണ റിപ്പോർട്ടിന്റെ വ്യക്തമാകുന്നില്ല. CN പ്രകാശാണ് വിവരങ്ങൾ നൽകാൻ ശ്രമിച്ചത്. എന്തായാലും കോടതിയിൽ നിന്ന് അതിജീവിതയ്ക്ക് അനുകൂലമായ നിലപാടുണ്ടായപ്പോഴാണ് ഇപ്പോൾ അത്തരമൊരു നീക്കം പാടില്ല എന്ന് കാട്ടി ദിലീപ് കോടതിയെ വീണ്ടും സമീപിക്കുന്നത്. അതിജീവിതയ്ക്ക് അന്വേഷണ റിപ്പോർട്ടിലെ മൊഴിപ്പകർപ്പ് നൽകരുത് എന്നതാണ് ആവശ്യം. നിയമപരമായി ഇത് നിലനിൽക്കില്ല എന്ന് ദിലീപ് ചൂണ്ടിക്കാട്ടുന്നു. ഹർജി നാളെ എന്തായാലും കോടതി പരിഗണിക്കും. തൃശൂർ പൂരം നടത്തിപ്പിന് കർശന നിർദ്ദേശവുമായി ഹൈക്കോടതി. തൃശൂർ പൂരത്തിന് ആനകളും പൊതുജനവും തമ്മിലുള്ള അകലപരിധി 6 മീറ്റർ ആയിരിക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റേതാണ് ഉത്തരവ്. ഇതിനിടയിൽ തീവെട്ടി, ചെണ്ടമേളം എന്നിവ പാടില്ല. ജനങ്ങളുടെ സുരക്ഷയാണ് മറ്റെന്തിനേക്കാളും പ്രധാനം. ഇതിൽ വിട്ടുവീഴ്ച പറ്റില്ലെന്നും കോടതി വ്യക്തമാക്കി. ആനകളുടെ ഫിറ്റ്നസ് പരിശോധന അഭിഭാഷക സംഘം നിരീക്ഷിക്കും. ഇതിനായി 3 അംഗ അഭിഭാഷക സംഘത്തെ ഹൈക്കോടതി നിയോഗിച്ചു. വിവാദ സർക്കുലറിൽ ചീഫ് വൈൽഡ് ലൈഫ് വാർഡനോട് വിശദീകരണം ചോദിച്ചതായി വനമന്ത്രി AK ശശീന്ദ്രൻ. അപ്രായോഗിക നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തിയത് വീഴ്ചയാണ്. കോടതിയിൽ പുതുക്കിയ സത്യവാങ്മൂലം സമർപ്പിച്ചെന്നും തൃശൂർ പൂരം ഭംഗിയായി നടക്കുമെന്നും AK ശശീന്ദ്രൻ പറഞ്ഞു. അട്ടിമറിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്ന രൂപത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ തോതിലുള്ള പ്രചരണം നടത്തിയിരുന്നു. അത് മുതലെടുപ്പ് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി സംഭവിച്ചിട്ടുള്ളതാണ്. അത്തരം കുത്സിത ശ്രമങ്ങളെ പരാജയപ്പെടുത്തുകയാണ് ഈ വിധിയിലൂടെ സാധിച്ചിട്ടുള്ളത്. ജനങ്ങളിൽ തെറ്റിദ്ധാരണ പകർത്തി വിഭാഗതയുണ്ടാക്കാനുള്ള ശ്രമങ്ങളിൽ നിന്നും ഇത്തരത്തിലുള്ള ആളുകൾ പിൻവാങ്ങണമെന്നാണ് ഞങ്ങൾക്കെല്ലാം വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത്. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ വളരെ ഗൗരവമുള്ള പ്രശ്നങ്ങൾ ലാഘവബുദ്ധിയോടുകൂടിയാണ് കൈകാര്യം ചെയ്തത് എന്ന ഒരാക്ഷേപം ഉയർന്നു വന്നതിനെ തുടർന്ന് ഈ ഉത്തരവ് പുറപ്പെടുവിച്ച പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് വൈൽഡ് ലൈഫ് വാർഡനോട് അഡീഷണൽ ചീഫ് സെക്രട്ടറി വിശദീകരണം ചോദിച്ചുകൊണ്ട് നോട്ടീസ് അയച്ചിട്ടുണ്ട്. പാലക്കാട് മലമ്പുഴയിൽ കാട്ടുപന്നി കുറുകെ ചാടിയ അപകടം. ചെറാട് സ്വദേശി ഷാമിനാണ് പരിക്കേറ്റത്. കൈക്കും കാലിനുമാണ് പരിക്ക്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ബൈക്കിന് കുറുകെ പന്നി ചാടുകയായിരുന്നു. എറണാകുളത്ത് റോഡിൽ കിട്ടിയ വടം കഴുത്തിൽ കുരുങ്ങി ബൈക്ക് യാത്രക്കാരനായ യുവാവിന് ദാരുണാന്ത്യം. വടുതല സ്വദേശി മനോജ് ഉണ്ണിയാണ് മരിച്ചത്. പ്രധാനമന്ത്രിയുടെ സന്ദർശനം കണക്കിലെടുത്താണ് രവിപുരം റോഡിൽ വടം കെട്ടി ഗതാഗതം നിയന്ത്രിച്ചിരുന്നത്. പോലീസിനെതിരെ മരിച്ച മനോജ് ഉണ്ണിയുടെ സഹോദരി രംഗത്തു വന്നു. പോലീസ് റോഡിന് കുറുകെ വടം കെട്ടിയത് കാണുന്ന വിധമായിരുന്നില്ലെന്ന് സഹോദരി പറഞ്ഞു. എന്നാൽ കൈ കാണിച്ചെങ്കിലും മനോജ് വാഹനം നിർത്തിയില്ല എന്നാണ് പോലീസ് പറയുന്നത്. നവമി ദിനേശിന്റെ റിപ്പോർട്ടിലേക്ക്. ഇന്നലെ രാത്രി 10 മണിയോടുകൂടിയായിരുന്നു പനമ്പള്ളി ഭാഗത്തു നിന്നും രവിപുരത്തേക്ക് വന്നുകൊണ്ടിരുന്ന മനോജിന്റെ കഴുത്തിൽ വടം കുരുങ്ങി ദാരുണമായ അന്ത്യം സംഭവിച്ചത്. ഇന്നലെ പ്രധാനമന്ത്രി എറണാകുളത്ത് കൊച്ചിയിലെത്തിയതിനാൽ പ്രധാനപ്പെട്ട റോഡുകളെല്ലാം അടച്ചിരുന്നു, ഗതാഗതം നിരോധിച്ചിരുന്നു. പക്ഷേ ഇതറിയാതെയായിരുന്നു മനോജ് ഈ ഭാഗത്തേക്ക് വന്നത്. കുറുകെ വടം വെച്ചിരുന്നു. അവിടുത്തെയുള്ള റോഡ് മാർഗം, അതായത് ഗതാഗതങ്ങളെല്ലാം തടസ്സപ്പെടുത്തി. പോലീസും അവിടെ ഉണ്ടായിരുന്നു. ആ സമയത്ത് പോലീസ് മനോജിന്റെ വണ്ടിക്ക് നേരെ കൈ കാണിച്ചു. വണ്ടി നിർത്താതെ പോയാണ് ഈ വടം കെട്ടിയ ഭാഗത്തേക്ക് പോയി വടം കഴുത്തിൽ കുരുങ്ങുകയും ശ്വാസകോശത്തിന്റെ ഭാഗങ്ങളിൽ ശക്തമായി വടം മുറുകി ആണ് പിന്നീട് മനോജ് മരിക്കുകയും ചെയ്തത്. അടുത്തുള്ള മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ അപ്പോൾ തന്നെ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പിന്നീട് ബന്ധുക്കളെ അറിയിക്കുകയായിരുന്നു. സഹോദരി ഉൾപ്പെടെ ആശുപത്രിയിലെത്തി വിവരം അന്വേഷിച്ചപ്പോഴാണ് പോലീസ് നിർത്താതെ പോയി ശേഷമാണ് ഇത്തരത്തിലൊരു അപകടത്തിലേക്ക് മനോജ് നീങ്ങിയതെന്ന് മനസ്സിലാക്കി.
മനസ്സിലായത്. പക്ഷേ കുടുംബം വലിയൊരു ആരോപണവുമായി രംഗത്തെത്തിയിട്ടുണ്ട്, പോലീസിനെതിരെ എത്തിയിട്ടുണ്ട്. അവർ പറയുന്നത്, ദൃക്സാക്ഷികൾ പറയുന്നത്, ഈ വടം വച്ചിരിക്കുന്ന ഭാഗത്ത് ഒരു പ്രത്യേകിച്ചുള്ളൊരു, അതായത് ഒരു റിബൺ പോലുള്ള എന്തെങ്കിലും ഒരു സാധനം കെട്ടി ഇത് വടം ഉണ്ട് എന്ന് അറിയിക്കേണ്ട ഒരു ചുമതലയുണ്ട്, അത് ഉണ്ടായിരുന്നില്ല. അതോടൊപ്പം തെരുവ് വിളക്കുകളും കൃത്യമായി തന്നെ ഇല്ലായിരുന്നു. അതുകൊണ്ട് ലൈറ്റ് ഒന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ മനോജ് ഈ വടം കണ്ടിട്ടുണ്ടാവില്ല. ഒപ്പം പോലീസ് സൈഡിൽ നിന്നാണ് കൈ കാണിച്ചത്. അതുകൊണ്ടായിരിക്കും മനോജ് പോലീസിനെ ശ്രദ്ധിക്കാതെ മുന്നോട്ടേക്ക് പോയത്. അതുകൊണ്ടാണ് ഇത്ര വലിയൊരു അപകടത്തിലേക്ക് നയിച്ചത്. ദൃക്സാക്ഷികളും ഇത് തന്നെ പറയുന്നു എന്ന് കുടുംബം ആരോപിക്കുന്നുണ്ട്. അതായത് ഈ പോലീസ് സൈഡിൽ നിന്ന് കൈ കാണിക്കുന്നു, അല്ലെങ്കിൽ ഈ വടം വച്ചിരിക്കുന്ന ഭാഗത്ത് റിബണോ മറ്റും കെട്ടി കൃത്യമായിട്ടുള്ളൊരു നിർദ്ദേശം, അതായത് ഒരു ഇൻഡിക്കേഷൻ അവിടെ നൽകിയിരുന്നെങ്കിൽ മനോജിന്റെ ജീവൻ നഷ്ടമാകില്ലായിരുന്നു എന്ന് സഹോദരി ചിപ്പി പറയുന്നു. ഇന്നലെ പ്രൈം മിനിസ്റ്റർ വരുന്നതിന്റെയോ എന്തുകൊണ്ടും വടം കെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ വടം നമുക്ക് കാണുന്ന രീതിയിലും അല്ല കെട്ടിയിരിക്കുന്നത്, വടം മാത്രമേ കെട്ടിയിട്ടുള്ളൂ. അതിലേക്ക് ഒരു റിബൺ ആവട്ടെ, താഴെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കുറ്റിയോ ഒന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം ആള് വന്നു. അപ്പൊ ആള് വന്നപ്പോ റോഡ് കാലിയായതുകൊണ്ട് ഇത്തിരി സ്പീഡ് എടുത്തിട്ടാണ് വന്നത്. വന്ന് നേരെ കഴുത്തിലടിച്ചുകൊണ്ട് നേരെ ബാക്കോട്ടേക്ക് പോയി. അപ്പൊ അടിച്ചുകൊണ്ടപ്പോ ഇവിടുത്തെ ഞരമ്പുകളാണെങ്കിലും ഇവിടുത്തെ ആ ഒരു പോർഷൻ ആണെങ്കിലും ഫുള്ള് ഡാമേജ് ആയിരുന്നു. ബാക്ക് പോർഷൻ ആണെങ്കിലും ഡാമേജ് ആയിരുന്നു. ഈ കഴുത്ത് ചുറ്റും ഡാമേജ് ആയിരുന്നു. സർജറിക്ക് കയറ്റിയിരുന്നു. സർജറി ചെയ്ത് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും ബ്രെയിൻ ഡെത്ത് ആയി. പിന്നെ കുറച്ച് ഹേർട്ട് ബീറ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു 1:15 ആയപ്പോഴേക്കും ഡെത്ത്. എന്തായാലും പോലീസ് എത്തി പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ആയിരിക്കും മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുക. ചിപ്പിയുടെ സഹോദരനും മരിച്ച മനോജിന്റെ സഹോദരിയും ഒപ്പം അമ്മയും മറ്റു ബന്ധുക്കളും അച്ഛനും അടക്കമുള്ളവർ ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട്. അവർക്കൊക്കെ വളരെ ഷോക്കായ ഒരു സംഭവം കൂടിയായിരുന്നു. കാരണം ഒരു മരുന്ന് മേടിക്കാൻ വേണ്ടി അമ്മ വിളിച്ചതിനെ തുടർന്ന് മരുന്ന് വാങ്ങാൻ വേണ്ടിയിട്ടായിരുന്നു മനോജ് വണ്ടിയെടുത്ത് പുറപ്പെട്ടത്. അപ്പോഴായിരുന്നു ഇത്രയും വലിയൊരു ദുരന്തത്തിലേക്ക് കലാശിക്കുകയും ചെയ്തത്. പോലീസിനെതിരെ വലിയൊരു ആരോപണം കൂടിയാണ് ബന്ധുക്കൾ ഉന്നയിക്കുന്നത്. എന്തായാലും പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമായിരിക്കും കൂടുതൽ കാര്യങ്ങളിൽ വ്യക്തത വരികയുള്ളൂ. പോലീസ് പറയുന്നത് മനോജ് വണ്ടി നിർത്താതെ പോയി അത് മദ്യപിച്ചിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളിലും പോലീസ് സംശയം ഉയർത്തുന്നുണ്ട്. എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കഴിഞ്ഞതിന് ശേഷമായിരിക്കും അതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കൃത്യമായിട്ടുള്ള ഒരു വിവരം ലഭിക്കുക. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം കുന്നത്തുകാലിൽ കുളിക്കാനിറങ്ങിയ 15-കാരൻ മുങ്ങി മരിച്ചു. ചെഴുങ്ങാനൂർ സ്വദേശി അഭിനവാണ് മരിച്ചത്. 3 സുഹൃത്തുക്കളുമായി കുളിക്കാനിറങ്ങിയ സമയം അഭിനവ് കുളത്തിൽ മുങ്ങിത്താഴുകയായിരുന്നു. അഭിനവിനെ ഉടൻ കരക്കെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പട്ടാമ്പിയിൽ യുവതിയെ കുത്തിയ ശേഷം കത്തിച്ചു കൊലപ്പെടുത്തിയ സംഭവം ആസൂത്രിതമെന്ന് കണ്ടെത്തൽ. പ്രവിയയെ കൊല്ലാൻ സന്തോഷ് മാസങ്ങൾക്ക് മുൻപ് തന്നെ ആസൂത്രണം നടത്തിയതായി പോലീസിന് വിവരം ലഭിച്ചു. പട്ടാമ്പി കൊടുമുണ്ടയിൽ യുവതിയെ കുത്തിക്കൊന്ന ശേഷം പെട്രോൾ ഒഴിച്ച് കത്തിച്ച സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നു. വിവാഹാഭ്യർത്ഥന നിരസിച്ചതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് വിവരം. ആലൂർ സ്വദേശി പ്രവിയയാണ് കൊല്ലപ്പെട്ടത്. പ്രവിയയെ ആക്രമിച്ച സന്തോഷ് ജീവനൊടുക്കി. തൃത്താല ആലൂർ പ്രദേശവാസികളായിരുന്നു ഇരുവരും. ഭർത്താവുമായി പിരിഞ്ഞു കഴിഞ്ഞിരുന്ന പ്രവിയ സന്തോഷിന്റെ സ്ഥാപനത്തിൽ ജീവനക്കാരിയായിരുന്നു. ഈ സമയത്ത് ഇവർ സൗഹൃദത്തിലായി. പ്രവിയയുമായുള്ള അടുപ്പമറിഞ്ഞ സന്തോഷിന്റെ ഭാര്യ പിരിഞ്ഞു കഴിയുകയാണ്. സന്തോഷും പ്രവിയയും തമ്മിൽ സാമ്പത്തിക ഇടപാടുമുണ്ടായിരുന്നു. സന്തോഷിന്റെ കടയിലെ ജോലി വിട്ട പ്രവിയ 3 മാസമായി പട്ടാമ്പിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ജീവനക്കാരിയാണ്. ഈ മാസം 21-ന് പ്രവിയയുടെ വിവാഹ നിശ്ചയം തീരുമാനിച്ചിരുന്നു. ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറണമെന്ന് സന്തോഷ് നിരന്തരം ആവശ്യപ്പെടുകയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നെന്ന് പ്രവിയയുടെ ബന്ധുക്കൾ മൊഴി നൽകി. കത്തിയും പെട്രോളുമായി ആളൊഴിഞ്ഞ സ്ഥലത്ത് കാത്തുനിന്നതിലൂടെ കൊലപാതകം ആസൂത്രിതമെന്നാണ് കണ്ടെത്തൽ. വിഷു കൈനീട്ടം കൊടുക്കാൻ കൊടുമുണ്ടയിൽ കാത്തുനിന്ന പ്രതിശ്രുതവരനെ കാണാനാണ് പ്രവിയ വീട്ടിൽ നിന്നും ഇറങ്ങിയത്. ആളൊഴിഞ്ഞ പ്രദേശത്ത് വഴിയരികിൽ കാത്തുനിന്ന സന്തോഷ് പ്രവിയയെ കൊലപ്പെടുത്തുകയായിരുന്നു. തൃശൂർ മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുനൽകും. ന്യൂസ് 18 പട്ടാമ്പി. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ICU പീഡനക്കേസിൽ അതിജീവിത വീണ്ടും സമരത്തിലേക്ക്. അതിജീവിതയുടെ മൊഴിയെടുത്ത ഡോക്ടർക്കെതിരായ പരാതിയുമായി കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണറെ കണ്ടു. അന്വേഷണ റിപ്പോർട്ട് 2 ദിവസത്തിനകം കിട്ടിയില്ലെങ്കിൽ കമ്മീഷണർ ഓഫീസിന് മുന്നിൽ സമരം തുടങ്ങാനാണ് തീരുമാനം. ആരോഗ്യമന്ത്രിയുടെ വാക്കുകളിൽ വിശ്വാസമില്ലെന്നും അതിജീവിത പറഞ്ഞു. അല്ല, അവര് എപ്പോഴും പറയുന്ന പോലെ തന്നെ എന്നോട് തിരുവനന്തപുരത്ത് പോയിട്ട് അവിടെ വിവരാവകാശ കമ്മീഷനിൽ അപ്പീൽ കൊടുക്കാൻ പറഞ്ഞതാണ്. പക്ഷെ ഞാൻ അപ്പീല് കുറെ മാസങ്ങൾക്ക് മുന്നേ കൊടുത്തതാണ്. അവിടെ നിന്ന് ഒരു മറുപടി എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ ഞാൻ സാറിനോട് ഞാൻ പറഞ്ഞ ഞാൻ 2 ദിവസം വെയിറ്റ് ചെയ്യും. അത് കഴിഞ്ഞ് റിപ്പോർട്ട് എനിക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഇവിടെ സമാധാനമായിട്ട് ഒരു സമരം ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്.
പീഡിക്കെതിരായ അന്വേഷണ റിപ്പോർട്ടാണോ ഇന്നും ആവശ്യപ്പെട്ടത്? അതെ അതെ, അതാണ് ഞാൻ പരാതി കൊടുത്തിരുന്നത്. അതാണ് ഞാൻ ഇപ്പോഴും ആവശ്യപ്പെടുന്നത്. ആ റിപ്പോർട്ട് എനിക്ക് കിട്ടാനുള്ള അവകാശമുണ്ട്. അതാണ് ഞാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഗൂഗിൾ പേ ചെയ്തപ്പോൾ അനൗൺസ്മെന്റ് ശബ്ദം കേൾക്കാത്തതിനെ തുടർന്ന് പെട്രോൾ പമ്പിലുണ്ടായ തർക്കത്തിൽ ജീവനക്കാരന് പരിക്ക്. കോട്ടയം തലയോലപ്പറമ്പിലെ പെട്രോൾ പമ്പ് ജീവനക്കാരനായ അപ്പച്ചനാണ് മർദ്ദനമേറ്റത്. സംഭവം അറിഞ്ഞ് ചോദിക്കാനെത്തിയ നാട്ടുകാരന് തലയോലപ്പറമ്പ് ജംഗ്ഷനിൽ വെച്ച് കുത്തേറ്റു. പ്രതികൾക്കായി പോലീസ് അന്വേഷണം തുടങ്ങി. തൃക്കാക്കരയിൽ മദ്യപാനത്തിനിടെയുണ്ടായ തർക്കത്തെ തുടർന്ന് യുവാവ് കൊല്ലപ്പെട്ടു. കെന്നഡിമുക്ക് സ്വദേശി മനുവാണ് കുത്തേറ്റ് മരിച്ചത്. അയൽവാസി ജസ്റ്റിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇന്നലെ രാത്രിയായിരുന്നു സംഭവം. പത്തനംതിട്ടയിൽ ഭർത്താവിനെ ഭാര്യ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തി. പത്തനംതിട്ട അട്ടത്തോട് സ്വദേശി രത്നാകരനാണ് കൊല്ലപ്പെട്ടത്. ഭാര്യ ശാന്തമ്മയെ പമ്പ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മദ്യലഹരിയിലുണ്ടായ തർക്കത്തിൽ വിറകുകൊണ്ട് തലയ്ക്കടിക്കുകയായിരുന്നു. മലപ്പുറം വണ്ടൂരിൽ ബസ്സിനടിയിൽപ്പെട്ട് യുവതിക്ക് ദാരുണാന്ത്യം. താഴംകോട് പുന്നപ്പാലിയിൽ പൂതയാണ് മരിച്ചത്. വണ്ടൂർ ഭാഗത്തു നിന്ന് വരികയായിരുന്ന കാർ ഓട്ടോറിക്ഷയെ മറികടക്കുന്നതിനിടെ ബസ്സിലും സ്കൂട്ടറിലും ഇടിച്ചു. ഇതിന് പിന്നാലെ യുവതി ബസ്സിനടിയിൽപ്പെട്ടു എന്നാണ് നിഗമനം. കാർ നിർത്താതെ പോയി. പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഇടുക്കി കുമളിയിലും വാഹനാപകടമുണ്ടായി. 2 പേർ മരിച്ചു. വണ്ടിപ്പെരിയാർ സ്വദേശികളായ അജയ്, സന്തോഷ് എന്നിവരാണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന അരുണിന് ഗുരുതരമായി പരിക്കേറ്റു. അരുണിനെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുമളിയിൽ നിന്ന് കന്നിമാർ ചോലയിലേക്ക് പോകും വഴി ഇവർ സഞ്ചരിച്ച ബൈക്ക് എതിരെ വന്ന ജീപ്പുമായി കൂട്ടിയിടിച്ചായിരുന്നു അപകടം. സംസ്ഥാനത്ത് വേനൽ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വ്യാഴം, വെള്ളി ദിവസങ്ങളിൽ കോഴിക്കോട്, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നാണ് മുന്നറിയിപ്പ്. മഴ സാധ്യത നിലനിൽക്കുന്നുണ്ടെങ്കിലും വിവിധ ജില്ലകളിൽ താപനില ഉയരുമെന്ന മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. കൊല്ലം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ഉയർന്ന താപനില 39 ഡിഗ്രി സെൽഷ്യസ് വരെയും കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെയും രേഖപ്പെടുത്തുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ഒരിടവേള കൂടി. ചൈത്ര നവരാത്രിയുടെ പുണ്യനാളുകളിൽ ഈ ആലത്തൂരിൽ വന്നിരിക്കുകയാണ്. വാർത്തകൾ തുടരുന്നു. വടകരയിലെ സ്ത്രീകൾക്കെതിരായ പി ജയരാജന്റെ അധിക്ഷേപ പരാമർശത്തിൽ കെ ശൈലജ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ലെന്ന് UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ. വടകരയിലെ സ്ത്രീകളെ വെണ്ണപ്പാളികളെന്നാണ് പി ജയരാജൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വിളിച്ചത്. ഒരു മുതിർന്ന ഉത്തരവാദിത്തപ്പെട്ട നേതാവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലായിരുന്നു പരാമർശം. എന്നിട്ടും വടകരയിലെ LDF സ്ഥാനാർത്ഥി പ്രതികരിച്ചില്ലെന്ന് ഷാഫി പറമ്പിൽ ചൂണ്ടിക്കാട്ടി. CPM നേതാവ് ശ്രീ ജയരാജൻ വടകരയിലെ സ്ത്രീകളെ വെണ്ണപ്പാളി സ്ത്രീകൾ എന്ന് ഫേസ്ബുക്കിലൂടെ സ്വന്തം അക്കൗണ്ടിൽ വേറെ ആരെങ്കിലും വിളിച്ചൊരു മുദ്രാവാക്യത്തെ പറഞ്ഞു. ഒരു പ്രകടനത്തിൽ സ്പ്ലിറ്റ് ഓഫ് ദ സെക്കൻഡിലുണ്ടായ മുദ്രാവാക്യം, അതും നിർബന്ധിച്ചു കൊണ്ടുവന്നതല്ല, ഭീഷണിപ്പെടുത്തി കൊണ്ടുവന്നതല്ല എന്ന് പറയുന്ന മുഴുവൻ മുദ്രാവാക്യങ്ങളുടെ തെറ്റായ വാക്ക് എന്ന് തന്നെ ഞാൻ പറയുന്ന ഒരു വാക്ക്, തെറ്റായ വാക്ക് എന്ന് തന്നെ ഞാൻ പറയുന്ന ഒരു വാക്കാണ് എന്നെ വിമർശിച്ചു. പക്ഷെ ഉത്തരവാദിത്തപ്പെട്ട ഒരു നേതാവും ഇവിടുത്തെ മുൻ സ്ഥാനാർത്ഥിയും വെണ്ണപ്പാളി പെണ്ണുങ്ങളിൽ നിന്ന് ഈ വടകരയിലെ മൊത്തം സ്ത്രീത്വത്തെ അധിക്ഷേപിച്ചിട്ടുണ്ട്. എന്റെ എതിർ സ്ഥാനാർത്ഥി അതിനൊന്ന് ഡിസോൺ ചെയ്യാൻ തയ്യാറാവാതിരുന്നു. കേട്ട് കേൾവിയോ മുദ്രാവാക്യത്തിൽ ഒരു വാക്കോ വാചകോ അല്ലല്ലോ. ഒരു സീനിയർ ഉത്തരവാദിത്തപ്പെട്ട നേതാവ് വടകരയിലെ മൊത്തം സ്ത്രീത്വത്തെയും സ്വാഭിമാന ബോധമുള്ള, അധ്വാനിച്ച് ജീവിക്കുന്ന, ജോലി ചെയ്ത് ജീവിക്കുന്ന വടകരയിലെ മൊത്തം സ്ത്രീകൾ, അവരെ വെണ്ണപ്പാളി പെണ്ണുങ്ങൾ എന്ന് ഒരു ഉത്തരവാദിത്തപ്പെട്ട നേതാവ് പത്രസമ്മേളനം വിളിച്ചു പറഞ്ഞിട്ട് സ്വന്തം ഫേസ്ബുക്കിൽ പോസ്റ്റ് എഴുതി ഇൻവെർട്ടഡ് കോമയിൽ ഇട്ട് പറഞ്ഞിട്ടുണ്ട്. എന്തേ ഒന്ന് ഡിസോൺ ചെയ്യാൻ പോലും തയ്യാറാവാതെ. മോദിയുടെ ഗ്യാരണ്ടി നടപ്പിലാക്കുന്ന ഗ്യാരണ്ടിയെന്ന് ആറ്റിങ്ങൽ മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി വി മുരളീധരൻ. നരേന്ദ്രമോദി തരുന്നത് പിണറായി വിജയൻ സ്വന്തം പടം അച്ചടിച്ച് വിതരണം ചെയ്യുന്നു.
കിറ്റ് തന്നത് മോദി, വോട്ട് പിടിച്ചത് പിണറായി. ചെറുപ്പക്കാരെ പഠിക്കാൻ വിട്ടാൽ SFIക്കാർ തല്ലിക്കൊല്ലും, ജോലിക്ക് പോയാൽ DYFIക്കാർ ബോംബെറിഞ്ഞു കൊല്ലുമെന്നും വി മുരളീധരൻ പറഞ്ഞു. കേരളത്തിലെ വിവിധ നിയോജക മണ്ഡലങ്ങളിൽ, അത് തിരുവനന്തപുരമാണെങ്കിലും ആറ്റിങ്ങലാണെങ്കിലും കൊല്ലമാണെങ്കിലും വയനാടാണെങ്കിലും മറ്റേത് മണ്ഡലമാണെങ്കിലും ആ മണ്ഡലങ്ങളിൽ വികസനം യാഥാർത്ഥ്യമാക്കാൻ കഴിയുന്ന, നരേന്ദ്രമോദിജിയുടെ വികസനം യാഥാർത്ഥ്യമാക്കാൻ കഴിയുന്ന ജനപ്രതിനിധികളാണോ വേണ്ടത് എന്നുള്ളത് തീരുമാനമെടുക്കുന്ന തെരഞ്ഞെടുപ്പാണിത്. കാരണം നരേന്ദ്രമോദിജി നൽകുന്ന ഗ്യാരണ്ടി, ആ ഗ്യാരണ്ടി വെറും ഗ്യാരണ്ടിയല്ല, അത് നടപ്പിലാക്കുന്ന ഗ്യാരണ്ടിയാണ്. നരേന്ദ്രമോദി തരുന്നത് പിണറായി വിജയൻ സ്വന്തം പടം അച്ചടിച്ചിട്ടുള്ള കിറ്റിൽ വിതരണം ചെയ്യും. കിറ്റ് തന്നത് മോഡി, വോട്ട് പിടിച്ചത് പിണറായി. അതാണ് കേരളത്തിലെ സ്ഥിതി. അത് കഴിഞ്ഞിട്ടുള്ള തെരഞ്ഞെടുപ്പിലെ സ്ഥിതിയായിരുന്നു. തന്നത് നരേന്ദ്രമോദി, പക്ഷേ വോട്ട് പിടിച്ചത് മുഴുവൻ പിണറായി ആയിപ്പോയി. കേരളത്തിൽ ചെറുപ്പക്കാർക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമായി. പഠിക്കാൻ വിട്ടാൽ എന്താ സ്ഥിതി? SFIക്കാർ തല്ലിക്കൊല്ലും. അതാണ് നമ്മൾ കണ്ടത്. അതല്ലാതെ ജോലിക്ക് പോയാൽ ഈ നാട്ടിൽ അക്രമം കാരണം DYFIക്കാർ ബോംബെറിഞ്ഞു കൊല്ലും. അങ്ങനെ ഒരു സാഹചര്യമാണ് കേരളത്തിൽ. നരേന്ദ്രമോദിക്ക് മൂന്നാം ഇന്നിംഗ്സ് അവസരം നൽകണമെന്ന് നടി ശോഭന. മോദി പ്രതീക്ഷ നൽകുന്നുണ്ട്. ഒരു കേരളീയന് ലഭിക്കേണ്ട എല്ലാ ആനുകൂല്യങ്ങളും കേരളത്തിന് ലഭിക്കണമെന്നും ശോഭന പറഞ്ഞു. ഇന്നിവിടെ വന്ന് നിങ്ങളൊക്കെ കാണാനും ഇങ്ങനെ സംസാരിക്കാനും ഒരു അവസരം തന്നതിന് ഇതിന്റെ ഭാരവാഹികളുടെ എൻ്റെ നന്ദി പറയുന്നു. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിനെ കാണാൻ നിങ്ങൾ കാത്തിരിക്കുകയാണ്. ചെന്നൈയിലെ പോലെ തന്നെ ഇവിടെയും നല്ല ചൂടാണ് അല്ലെ? ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6690 രൂപ, പവന് 53,520 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 5605 രൂപ, പവന് 44,840 രൂപ. വെള്ളി ഗ്രാമിന് 89 രൂപ, കിലോയ്ക്ക് 89,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ലൈവ് അറ്റ് 6 പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം പ്രൈം ഡിബേറ്റ് കാണാം. നമസ്കാരം.